സ്റ്റോറി മേക്കിംഗ്, ഡയറക്ഷൻ, പിന്നെ ആർട്ട് വർക്ക്, BGM എല്ലാം വളരെ നന്നായിട്ടുണ്ട്. സ്റ്റോറി ബേസ് നമുക്ക് നമ്മുടെ ഭാരതീയ കഥ രാമായണ ബേസ് ആണെങ്കിലും ഒരു മോഷണൽ കോമ്പാക്റ്റ്, പിന്നെ അതുപോലെ ഇത് എന്താണ് ഉലകം ചുറ്റും വാലിബൻ, പിന്നെ അതെല്ലാം ഹനുമാനിൽ കുറച്ചധികം സ്ക്രീൻ പ്ലേ ഒക്കെ കുറച്ചധികം നമുക്ക് ലാഗ് തോന്നി. പക്ഷേ ഈ സിനിമയിൽ ഒരു സ്ഥലത്ത് പോലും ഒട്ടും ഒരു ലാഗ് ഫീൽ, കംപ്ലീറ്റ് ഒരു ഇൻ്റർവെല്ലാണെങ്കിലും പക്കായിട്ട് നമ്മൾ നിർത്തിയത്. അതിന് അടിപൊളിയായിട്ട് അതിന് ക്ലൈമാക്സ് ഫിനിഷ് ചെയ്തു. സൂപ്പർ ക്യാരക്ടർ വർക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന സിനിമ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഇപ്പോൾ കണ്ട് ഇറങ്ങി തുടങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, ഇപ്പോൾ CGI ആയാലും VFX ആയാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നല്ല തിയേറ്ററിലെ എക്സ്പീരിയൻസിൻ്റെ ചില മൊമെൻറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ പടങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ VFX ഒക്കെ ചില സ്ഥലത്ത് ബോറാകുന്നുണ്ട്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. 7 മിനിറ്റ് കണ്ടിന്യൂസ് VFX ഉള്ള സീനൊക്കെ ഉണ്ട്. അത് ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. പിന്നെ ഹീറോയായിട്ട് അഭിനയിച്ച ആണെങ്കിലും വില്ലനായാലും നല്ല രസമുണ്ട്. ജയറാമേട്ടൻ എങ്ങനെയുണ്ട്? ജയറാമേട്ടനാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാണ് അത്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഇച്ചിരി കോമഡിയുള്ള കഥാപാത്രമാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര രസമായിട്ടുള്ള കഥാപാത്രമാണ് അത്. ജയറാമേട്ടൻ മലയാളത്തിൽ നിന്ന് മറ്റൊരു നടൻ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സിനിമയാണ്. ഫൈറ്റുകളൊക്കെ ആണെങ്കിൽ എടുത്തു പറയണം, ഭയങ്കര രസമായിട്ടാണ് ഫൈറ്റുകൾ. ഇതിനകത്ത് CGI ഒക്കെ ഹോളിവുഡ് ലെവലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഉറപ്പായി ആ ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ അത് കാണുമ്പോൾ അത് ഓരോ പ്രേക്ഷകരും അത് ഫീൽ ചെയ്യും. ഉറപ്പാണ്. ലോകയെ തൂക്കിയിടിക്കുമോ? ലോകയായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലോക നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലൊരു പടമാണ് ഇത്. അവർക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ലോക ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ, രണ്ട് അറ്റത്താണ്. പുതുമുഖ നായകനല്ലല്ലോ പുള്ളി, സൂപ്പർ ചെയ്തല്ലേ, നല്ലതാണ്. സെക്കൻഡ് പാർട്ടൊക്കെ ജയറാമേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ മൊത്തത്തിൽ കൊള്ളാം. അത് കുറച്ച് ബഡ്ജറ്റാണ് പറഞ്ഞിരുന്നത്. വെച്ചാൽ കൊള്ളായിരുന്നു, നല്ല സീൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ മാഡം? ഇഷ്ടപ്പെട്ടു. എന്താണ് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത്? എന്താണ് എല്ലാവരും ആക്ടിങ് നല്ലായിരുന്നു. പിന്നെ അഗസ്ത്യ മുനിയായിട്ട് ജയറാമേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഈ വിഷ്വലി ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ BGM എല്ലാം കൊണ്ടും നല്ലതാണ്. സൂപ്പറോടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. CGI ഒരു രക്ഷയില്ല. ശരിക്കും പല സിനിമകളും കണ്ടുപഠിക്കണം ഇതിൻ്റെ CGI. കാരണം ഒറിജിനൽ തോറ്റുപോകും, അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് CGI ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കലക്കനാണ്. പിന്നെ കഥയൊക്കെ അടിപൊളിയായിരുന്നു, വളരെ വളരെ നന്നായിരുന്നു. പിന്നെ നമുക്ക് വിഷ്വലി ഒരു രക്ഷയില്ല പടം. കാരണം നമുക്ക് എന്താ പറയുക, ബോറടിക്കത്തില്ല. ലൈക്ക് നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും. ഭയങ്കര കളർഫുള്ളാണ് പടം. DOP ഒരു രക്ഷയില്ല, അത് എടുത്തു പറയണം. DOP ചെയ്തേക്കുന്ന ആരാണെങ്കിലും പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഫുള്ളൊരു കളർഫുൾ മൂഡാണ്. മ്യൂസിക് BGM എടുത്തു പറയണം. BGM ഭയങ്കര ഇമ്പാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല ഒരു ഹൈ മൂവ്മെൻറ്റ് തരുന്നു. ഒരു ഹോളിവുഡ് പടം കണ്ട ഫീലിംഗ് ഉണ്ടോ? പടം മൊത്തത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം.